ഏറ്റവും ശക്തമായിട്ടുള്ള വധശിക്ഷയുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശരിയ നിയമമാണ് അവിടെ വധശിക്ഷയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് തലവെട്ടിക്കളയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സൗദിയുടെ നിയമം എന്ന് പറയുന്നത്. ഈ വധശിക്ഷയിൽ ഇപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് സൗദി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് 6 മാസത്തിനുള്ളിൽ 180 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതായി മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ രേഖകൾ പ്രകാരം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന വധശിക്ഷയിൽ മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിനിടെ 2024 സൗദി അറേബ്യ റെക്കോർഡ് 345 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്നുള്ളതാണ്. 2025 6 മാസത്തിനുള്ളിൽ 180 പേരെ വധശിക്ഷ പ്രകാരം വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്നുള്ളതാണ്. വധശിക്ഷ മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഇവരെല്ലാം പറയുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിൽ റെക്കോർഡ് എണ്ണം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇതിൽ ഭൂരിഭാഗവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതും എന്നാൽ മാരകമല്ലാത്തതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. ഈ വിഷയത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായില്ല. എന്നാൽ മനുഷ്യാവകാശ സംഘടന സൗദി അറേബ്യയുടെ വധശിക്ഷ മനുഷ്യാവകാശ ലംഘനമാണെന്ന് വിശേഷിപ്പിച്ചു. ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് പ്രകാരം 2024 സൗദി അറേബ്യയിൽ ആകെ 345 പേരെ തൂക്കിലേറ്റി. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഈ വർഷത്തെ ആദ്യം 6 മാസത്തിനുള്ളിൽ 180 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഒരു പുതിയ റെക്കോർഡായി മാറും എന്നാണ് മനുഷ്യാവകാശ സംഘടന പറയുന്നത്. ആക്രമണത്തിന് മേലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കഠിനമായ ശിക്ഷ നൽകുന്നത് അനുചിതമാണ് എന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടന പറയുന്നത്. മറ്റു മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള റിപ്രൈവിൻ്റെ അഭിപ്രായത്തിൽ സൗദി അറേബ്യ 6 മാസത്തിനുള്ളിൽ 180 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് അതിൽ 1/3 അല്ലെങ്കിൽ ഏകദേശം 45 പേരെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് തൂക്കിലേറ്റിയതാണ്. ഇത് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു കുറ്റകൃത്യമാണ്. ആക്രമരഹിത കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം കഠിനമായ ശിക്ഷകൾ അനുചിതമാണെന്ന ആശങ്കയും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു. മയക്കുമരുന്ന് അടിക്കുന്നവർക്ക് വധശിക്ഷയല്ല നൽകേണ്ടത്, മറിച്ച് അവർക്ക് ബോധവൽക്കരണമാണ് നൽകേണ്ടതെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകളുടെ വാദം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.